ഗോപി, എന്തിനാ മോനെ നല്ല കൊമ്പിൽ രക്തം പുരട്ടി? മാടൻ ഇനി ഒരിക്കലും പോയിട്ടരുത് കേട്ടോ. മനസ്സിലായോ? ഞാൻ കാണുന്നുണ്ട് ആ നോട്ടവും ആ നൊട്ടലും നൊണയിലും. കുറ്റം അവന്റെതല്ല, തെറ്റിയത് ചെറുപ്പത്തിലാണ്. എന്നാലും ആനക്ക് മനുഷ്യത്തുണ്ടെങ്കിൽ നമ്മളോട് ഇപ്പഴും ചെയ്യുമോ? അത് സാരല്ല, ഞാൻ നിങ്ങളെ ലോഹിയാക്കാം. ഒരു കൈപ്പഴ വന്നുപോയി. സ്വല്പം നേരം പോക്ക് ഉള്ളിൽ ചെന്നപ്പോ വിവേകം അങ്ങോട്ട് നശിച്ചു. ഇല്ലെങ്കിൽ ഞാൻ എന്റെ പൊന്നു സ്വാമിയെ വല്ലതും പറയുമായിരുന്നു. എന്റെ കാണപ്പെട്ട ദൈവമല്ലേ എന്റെ പൊന്നു സ്വാമി. അറിവില്ലാതെ വന്നു പോയതെല്ലാം ക്ഷമിക്കണം. ആ കാര്യം ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഏത് കാര്യം? ഗോപി 3 ആളെ കൊല്ലുമെന്ന് പറഞ്ഞു. അതിൽ 2 കഴിഞ്ഞില്ലേ? ആ 3-ാമൻ ആരാന്നും കൂടെ ഒന്ന് അവന്റെ നിമിഷങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. ആരുടെ? 3-ാമൻ. ആ 3-ാമൻ ആരുമാകാം.
ചായ ചായ ചൂട് ചായ. അല്ല ഇതാരും കേസില്ല. ബാബു ചൂട് ചായ കുടിച്ചിട്ട് പോ. നീ എന്താണ് ഈ പിടിയാനകളുടെ പുറകെ എങ്ങനെ നേരത്തെ പെണ്ണിന്റെ പിന്നാലെ പാതി നടക്കണ മൂപ്പരെ, നാറുന്ന പട്ടുറുമാലും എടുത്തിട്ട് നാടക ചുറ്റണ മൂപ്പരെ. പടച്ചോനെ ഒന്നും മുണ്ടാണ്ടിരിക്കണ്ട ഉമ്മ. 4 കായ് കിട്ടണ നേരത്തെ മുസീബത്ത് കയറി വന്നല്ല. എടങ്ങേറായല്ല റബ്ബേ. നമ്മള് തേനീച്ച കണക്കിന് ഓടിപ്പരന്ന് കായുണ്ടാക്കാൻ നോക്കുമ്പോ അലാക്ക് കയറി വന്നു. സാരമില്ല മുഹമ്മദ്, ഇതൊരു രസല്ലേ മുഹമ്മദേ? പിന്നെ കണ്ടു നിൽക്കണവർക്ക് വലിയ രസമല്ലേ? നമ്മളെ ഉള്ളിലാണ് തീക്കണ്ണിൽ കിടന്ന് കത്തണം. എന്നാ പിന്നെ ഉമ്മയെ വീട്ടിലിരുത്തിക്കൂടെ? പെറ്റ തള്ളനെ എങ്ങനെയാണ് ചങ്ങലക്ക് തളക്കണത്? അല്ല, ആരെ തലക്കുന്ന കൂട്ടുപിടിച്ചിട്ട് നമ്മൾ കളിക്കാൻ നോക്കണം. നമുക്ക് ഓന്റെ ബാപ്പനെ നമ്മൾ കളിക്കും. ഇത് നോക്കിക്കാൻ മരക്കറി. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, വല്ല ആവശ്യമുണ്ടോ കേശിനി കുഴപ്പമൊക്കെ ഉണ്ടാക്കാൻ? ഞാനോ? പിന്നല്ലാണ്ട് ഈ തുണിക്കലും കൈ വെച്ച് കണ്ട പെമ്പിള്ളയുടെ പുറകെ നടന്നുകൊണ്ടല്ലേ തിത്തോ ചുമ്മാക്കിയപ്പോ പാട്ട് വന്നത്? നല്ല മുന്നോട്ട് ബഹളം ഉണ്ടായത്. ഞാൻ ആരുടെയും മുഴുവനൊന്നുമില്ല. അത് കള, കൊച്ചി കള. യുവനീ തരുണീ മണികൾ തൻ കാലടി തുടരണം, പിന്തുടരണം, പാക്കണം പാദം, പിന്നെ ജഗണം, പിന്നെ നിതംബം. അവിടെ അങ്ങനെ ദൃഷ്ടി ഉറച്ചു. പിന്നെ മേപ്പോട്ട് പോയില്ല. ആരാ ഇത് പാടിയത്? ഇത് കൈമളിയായിട്ടൊന്നും അല്ല, കാളിദാസൻ. അല്ലോ, അപ്പൊ അയാൾ ആളല്പം പെശകാണല്ല. അയാളല്പം പെശക, പക്ഷെ പുറത്ത് പറയേണ്ട മഹാനല്ലേ, മരിച്ചു പോയില്ലേ. പക്ഷെ ഞാൻ ഏറ്റു കേശവന്റെ കാര്യം. സാരമില്ല, ശരിപ്പെടുത്താമെന്നേ, ഞാൻ ഏറ്റുന്നു. നല്ല മത്തപ്പൂ ഒരു പെണ്ണ് ആ നാനപ്പുറത്ത് കയറി കേശവ അവനെ തളച്ചപ്പോഴേ ഞാൻ മനസ്സുകൊണ്ട് കണ്ടുവച്ചതാ. അപ്പൊ ഞമ്മള് പറഞ്ഞ കാര്യം നിന്നെ കൊണ്ട് കാര്യം നടപ്പില്ലെന്ന് ഞാൻ പാടുപെടുന്നു മിച്ചം. പെണ്ണ് കെട്ടാൻ കഴിവുള്ള ആമ്പിളരെ കണ്ടാലറിയാം. അപ്പൊ ഞമ്മളെ കാര്യമല്ല പറഞ്ഞത്, പിന്നെ മനക്കല ആന ഗോപിനെ കൊണ്ട് ഒരു പെണ്ണ് കെട്ടിക്കണ കാര്യേ. എപ്പോഴും അനാവശ്യം പറഞ്ഞോണ്ടല്ലേ. ഇവന്റെ കുട്ടികൾ മാറിയിട്ടില്ല. പിന്നെ കേശവൻ നമ്മളെ ഒന്ന് കാണണം. ഈ കൈമളച്ചൻ പറയുന്നത് ഒരു അക്ഷരം വിശ്വസിക്കരുത് കേട്ടോ. നീ പറ ആലേ മുള്ളിയവനെ. ചില്ലറ വല്ലതുകൊണ്ട് ചേഞ്ച്. അയ്യോ, ഞാനൊന്നും എടുത്തിട്ടില്ല. വേണ്ട വേണ്ട, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. ചായയുടെ കാശ് പിന്നെ തരാം മമ്മതേ, മാമൂലല്ലേ. പിന്നെ കച്ചവടമൊക്കെ എങ്ങനെ ഇരിക്കുന്നു മുഹമ്മദ്? ജോർ ജോർ. ഈ കൂട്ടനല്ലേ പറ്റുപരവുകാര്. ഞമ്മളിത് പൂട്ടാൻ പോവുക. എന്നിട്ട് ഒരു പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഫോർജിൻ. ഒറിജിനൽ? ഫോർജിൻ. അത് തിരിഞ്ഞിട്ടില്ല അല്ലേ? ഇരിക്കുമ്പോ പോരാ. ദേ ഇതൊക്കെ മോനൊന്ന് നോക്ക്. ഇത് കണ്ട മോനിക്ക് ആനപ്പുറത്തിരിക്കുമ്പോ ബെയില് കൊള്ളാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സൂത്രം. ഈ ഞാനൊക്കെയുള്ളത് അടുത്ത കപ്പലിൽ വരും. ഓ, ഇതൊന്നും എനിക്ക് വേണ്ട മുഹമ്മദേ. അല്ല ചതിച്ച. എന്നാ ഒരു പണി ചെയ്യ്. ഈ ഷർട്ട് ഉപ്പായ ഒന്ന് നോക്കി. പ്ലാസ്റ്റിക് വേറെ 35 ഉറുപ്പിയുണ്ട്. ഇതും ഫോർജിനാ? അല്ല, ഇതെന്തൊരു ഭർത്താനുണ്ട്. ഫോർജിൻ അല്ലാത്ത ഒരു സാധനവും നമ്മളെ കയ്യിലില്ല. ഉള്ളത് നമ്മളാണ്. ഇൻഷാ അല്ലാ അത് നമ്മൾ അടുത്ത് തന്നെ ഫോർജിൻ ആക്കും. നമ്മളെ മാമ ഒരാള് ദുബായിലുണ്ട്. അടുത്ത പ്രാവശ്യം മാമ ഇങ്ങോട്ട് വരുമ്പോ നമ്മളൊരു പാസ്പോർട്ട് അടിച്ചിങ്ങോട്ട് വാങ്ങിക്കും. അതിൽ നമ്മളൊരു പോക്കണങ്ങാട്. കുറച്ചു നാൾ കഴിഞ്ഞ് അമ്മ വരുമ്പോ നമ്മളും ഫോർജിനായി. കൈ നിറയെ കായ്. ലക്ഷം ലക്ഷം കൊടുത്ത് നമ്മള് പെങ്ങന്മാരെ അങ്ങോട്ട് കെട്ടിക്കും. 1 ലക്ഷം ചെലവാക്കി നമ്മളെ ഉമ്മാക്ക് ഇലക്ട്രിക് ഷാക്ക്. സൂക്കേടെല്ലാം സുക്കൂത്ത്. നമ്മളെ പാപ്പാക്ക് അല്ലോ പാപ്പ പാപ്പാക്ക് അടങ്ങി ഒഴുങ്ങി അവിടെ എവിടെയെങ്കിലും കിടന്നാ പോലെ. പറഞ്ഞാ കേൾക്കൂലെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഞങ്ങള് മമ്മന്റെ വീട്ടുകാരെ കൂടെ വന്നപ്പോ വലിയ നിർബന്ധം ഇങ്ങോട്ട് വരണോ. എത്ര നേരാണ് തണ്ടാ കുടിയിൽ ഇങ്ങനെ കിടക്കുന്നത്. നമ്മുടെ പൊന്നാരി പണ്ട് പാപ്പ എത്തിയാ നിങ്ങൾ എത്ര നേരമായി നമ്മള് നോക്കിക്കൊണ്ടിരിക്കുന്നു. എത്ര നേരമായി നമ്മള് നോക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാരും പോയട്ടെ. ചിരിക്കണ
കൊടുക്കാൻ പറഞ്ഞ തിരിക്കപ്പ എന്റെ പൊന്നാറുകട്ടെ വാ മുഹമ്മദ്, ധൈര്യമായിട്ട് വന്ന്. നമുക്ക് ധൈര്യക്കുറവൊന്നുമില്ല. വാന്ന്, ഞാനല്ലേ വിളിക്കുന്നത്, ചുമ്മാ ധൈര്യമായിട്ട് വാ. പിടിച്ച് വലിക്കില്ലേ നിയമ വരാ. അതെ, അവൻ കുഴപ്പമില്ല കാണിക്കുന്ന അറിയണമല്ലോ. വയ്യവിടെ വയ്യവിടെ കൊടുക്ക പായം മിണിക്കോ. വയ്യവിടെ. നിനക്ക് മുഹമ്മദിന്റെ അടുത്ത് ദേഷ്യം വല്ലതും ഉണ്ടോ? ചോദിക്കും മുഹമ്മദ്, ചോദിക്കേ. കുമ്പി പിടിക്ക, കുമ്പി പിടിക്ക. മോനോ കൊടുക്ക്, ധൈര്യമായിട്ട് കൊടുക്കുന്നേ. അതിലുണ്ട്, പക്ഷെ കയ്യാത്തു. ചോദിക്കും, ദേഷ്യമില്ലുണ്ടോ ചോദിക്കും. നമ്മളോട് ദേഷ്യണ്ടാ, നമ്മളോട് ദേഷ്യണ്ടാ. എടാ നിനക്ക് മുഹമ്മദ് ദേഷ്യം ഉണ്ടോ? വിഷമിക്കാതിരിക്കും ശങ്കരനാരെ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അതിനൊരു പോംവഴി ഏത് ഈ ഞാൻ അപ്പുണ്ണിക്ക് നമ്മൾ ഉണ്ടാക്കി തരും. വിഷമിക്കാതിരിക്കും. കണ്ടോ ശങ്കരനാരെ? ധൈര്യമായിട്ട് കൊടുക്കും. ശർക്കര തിന്നോ. ഇനി നമ്മളോട് വിരോധം തോന്നി നമ്മളെ മരത്തെ കയറി നമ്മള് മയ്യത്തായി പോകും. കേട്ടോ മോനെ ഗോപി, ഇനി നമുക്ക് പിന്നെ കാണാം. വയ്യാനെ എവിടെ? അവിടെ വയ്യാനെ. കേട്ടോ മോനെ, നമുക്ക് വലിയ സന്തോഷമായി. കേട്ടോ ശങ്കരനാരെ, ഈ മമ്പങ്ങനെ കൊല്ലാൻ വേണ്ടി 3 ദിവസം ആലിന്റെ ചോട്ടില് ഈ ഗോപി കാത്തിരിക്കായിരുന്നു. കേശവനും മമ്മതുമായിട്ട് സ്നേഹത്തോടു കൂടി മമ്മതിനോടുള്ള ദേഷ്യം അങ്ങനെ തീർന്നു. അത്ഭുതം തന്നെ കേട്ടോ. കേട്ടോ ശങ്കരനാരെ, ഈ കേശവനെ നമ്മുടെ കയ്യിലെടുത്ത ഗോപിയുടെ പാപ്പാൻ പിന്നെ ശങ്കരനായരാ. ശങ്കരനായർ തന്നെ. നിങ്ങള് കൂട്ടുകാരായില്ലേ? ഇനി ഗോപിയല്ലാന്ന് ഗോപിക്ക. നമ്മളൊരു ബിരിയാണി കൊണ്ടുവരണ്ട്. ഇങ്ങോട്ട് വഴി ശങ്കരനാരെ, കാര്യം ഇങ്ങോട്ട് പറയട്ടെ. മുഹമ്മദ്, മനുഷ്യനെക്കാളും വിശ്വസിക്കാനും സ്നേഹിക്കാനും കൊള്ളാവുന്നത് ആനയാ. സംശയമുണ്ടോ? പക്ഷെങ്കിൽ അവൻ ഇടഞ്ഞാലുണ്ടല്ലോ, ആലും കൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ. അത് ശരിയാണ്. അപ്പൊ ഞമ്മക്കന്ന് ആ ഷർട്ടിന് തന്നത് 35 ഉറുപ്പ്യല്ലേ? എന്റെ വില 35 രൂപയല്ലേ? ഇന്ന് ബാക്കി 25 ഉറുപ്പ്യ. അതിനേ 10 ഉറുപ്പ്യ വിലയുള്ളൂ. അത് ഒറിജിനല്ല. അത് ഫോർജിനാണെന്നല്ലേ ഞാൻ വിചാരിച്ചേ. അല്ലോ മോൻ മാത്രമല്ല, ഈ നാട്ടിൽ ഇമ്മിണി പേര് അതിൽ കുടുങ്ങിയിട്ടുണ്ട്. ഒറിജിനാണെന്ന് പറഞ്ഞാൽ കുറുന്തോട്ടിക്ക് വരെ ഡിമാൻഡാണ്. പിന്നെ മോനിക്ക് ഒന്ന് കേൾക്കണം, പൊറിജിൻ വൈഫിനെ കിട്ടാനുണ്ടെങ്കിൽ നാടൻ വൈഫിനെ മൊയ്യല്ലാനും നമ്മളെ ആളുകളും മടിക്കൂല. പക്കെങ്കിൽ കിട്ടാനില്ല. അയ്യോ, കിട്ടാതിരിക്കട്ടെ. കിട്ടിയാലേ നമ്മുടെ നാട്ടിൽ പെമ്പിള്ളേര് തണ്ടി പോകും. മോനെ പറ്റിക്കാൻ ഞമ്മക്ക് തോന്നണില്ല. എന്നാ വെച്ചോളി. വേണ്ട, മുഹമ്മദ് തന്നെ വെച്ചോളൂ. എന്നാലേ ഞമ്മളൊരു വിദ്യ പറയാം. ഈ 25 ഉറുപ്പ്യ തീരുന്നവരെ ഇങ്ങള് ഞമ്മളെ പീടികയിൽ പറ്റു വെച്ച് ചായ കുടിച്ചോളി. ഇതൊരു ഫോർജിൻ ഐഡിയ ആണല്ലോ. ഏറ്റാ വന്നോളി.